അടുത്ത് തന്നെ ഞാൻ മാറും ചേച്ചി. വെറുതെ എന്തിനാ നല്ലൊരു ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ച് പാഴാക്കി കളയുന്നേ? ആഹാ, സാറിന് നേരത്തെ ആണല്ലോ. ചേച്ചിയുടെ കാറാ. പിന്നെ അതിന് നമുക്ക് കാറൊക്കെ ഓടിക്കാൻ അറിയോ? അറിയാലോ. വണ്ടി മേടിക്കാനുള്ള കാശ് എവിടെ കിട്ടി? ജോലി ചെയ്താ ശമ്പളം കിട്ടൂലേ? കാറ് മേടിക്കാൻ മാത്രമുള്ള ശമ്പളമൊന്നും കിട്ടില്ല. എന്നെ പറ്റിക്കണ്ട. ആ, എന്നാലേ ഇത് ചേച്ചിയുടെ കാറാ. ചേച്ചിയുടെ ചേച്ചിയോ? അതാര്? ആ, അതൊക്കെ ഉണ്ട്. ചേച്ചിയുടെ വല്യച്ഛന്റെ മോളാ, അടുത്ത ബന്ധുവാ. ഇതുവരെ അവരൊന്നും കണ്ടിട്ടില്ലല്ലോ. എവിടെയായിരുന്നു ഇത്രയും കാലം? കറക്കത്തിലായിരുന്നു. ഇപ്പൊ ഈ നാട്ടില് തിരിച്ചെത്തി. ഇനി ഇവിടെ തന്നെ കാണും. വലിയ പുള്ളിയാ. സൂക്ഷിച്ചാ താൻ ദുഃഖിക്കണ്ട. ഞാൻ എന്തിനാടി സൂക്ഷിക്കുന്നത്? ദേവികയെ പേടിച്ചിട്ടില്ലേ? പിന്നല്ല അവിടെ ചേച്ചി. പഴയ പോലൊന്നും അല്ല ഇപ്പൊ ചേച്ചി. ബന്ധുബലം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരിക. ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കാൻ പോകുന്നറിയോ? നിന്നെ വീഴ്ത്താൻ. ഓ, അപ്പോഴും എന്നെ നെഞ്ചത്തേക്കാ നോട്ടം. ഈ വീഡിയോ നഗരിച്ചാൽ മാത്രം പോരല്ല മോളെ, അത് നടക്കും കൂടെ വേണ്ടേ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പ് ഞാൻ പറക്കും. ദുബായിലേക്കായിരിക്കും. അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? ആ, പറക്കുമ്പോ എന്റെ കൂടെ ഒരാളൂടെ ഉണ്ടായിരിക്കും. പ്രഭാവതിയും വേണോ? ദേവിക, എന്റെ ഭാര്യ. ചെറിയ മോഹമൊന്നും അല്ലല്ലോ. ഇപ്പോഴും ഇതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ? അതൊരു അപാര ധൈര്യ. സാമാന്യ ബോധമുള്ള ആരും അങ്ങനെയൊന്നും ചിന്തിക്കില്ല. പക്ഷെ നീ ചിന്തിക്കും. ചിന്തിക്കുക മാത്രമല്ല, നടത്തുകയും ചെയ്യും. അത് നിനക്ക് മനസ്സിലാവും. പിന്നെ ആ ദിവസങ്ങളില് മരിച്ചാലോന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിടിച്ചെന്നത് ഇവിടെ ഉള്ളവരെ കോർത്ത. എന്നെ ഒരു മകളായിട്ട് തന്നെയാ ഇവിടെ എല്ലാരും കണ്ടത്. സുധിയേട്ടന്റെ വിധവ എന്ന കണ്ണോടെ ആരും ഇതുവരെ എന്നെ അങ്ങനെ നോക്കിയിട്ടില്ല. നിന്റെ ഭാഗ്യം. ഏതാണ്ട് നിന്റെ അതേ അവസ്ഥയിൽ കൂടി തന്നെയായിരുന്നു ഞാനും കടന്നുപോയത്. വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു. ഒരു കല്യാണം കഴിക്കാൻ എല്ലാരും നിർബന്ധിച്ചതാ. എനിക്കത് സാധിക്കില്ലായിരുന്നു. പഠിക്കുമ്പോഴുള്ള അടുപ്പം അത് കുറച്ചൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ? അതറിയാം. അയാളല്ലേ കാല് മാറിയത്? അതെ. എന്നിട്ടും ആ മുഖം മനസ്സിൽ നിന്ന് അങ്ങ് പോയില്ല. അയാളെ ഉള്ളി വെച്ചോണ്ട് പുതിയൊരാളോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിന്നും ഞാൻ ഒഴിഞ്ഞു നടന്നു. ബന്ധുക്കളുടെ ശല്യമില്ലാത്ത എങ്ങോട്ടെങ്കിലും പോണോന്ന് തോന്നി. അതുകൊണ്ടാ പുറത്തു പോയത്. അവിടെയാവുമ്പോ ഉപദേശിക്കാനും ശല്യം ചെയ്യാനും ഒന്നും ആരുമില്ലല്ലോ. ജോലി, വീട്, വീട്, ജോലി. അങ്ങനെ കുറെ വർഷങ്ങൾ പോയി. പിന്നെ തോന്നി വല്ലാത്തൊരു ശൂന്യതയുണ്ട് ജീവിതത്തിലെന്ന്. ആരും ഇല്ലാത്ത പോലെ. അങ്ങനെയാ ഇങ്ങോട്ട് വന്നേ. ഇതൊരു വെറും വരവല്ല. അറ്റുപോയതെല്ലാം തേടി പിടിച്ച് വിളക്കി ചേർക്കണം. അതാണ് ലക്ഷ്യം. ചേച്ചി ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണം എന്നാ എന്റെ ആഗ്രഹം. അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ.
പറ്റിയൊരു ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരാം. എന്റെ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതിനുവേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. പഴയ ആള് അയാളിപ്പോ എവിടെയുണ്ട്? കോണ്ടാക്ട് വല്ലതുണ്ടോ? ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഉണ്ട്. അയാള് പക്ഷെ വേറെ കല്യാണമൊന്നും കഴിച്ചില്ല. കഴിച്ചു.